നിങ്ങളെ മൈൻഡിലേക്ക് കയറുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക കേട്ടോ. ആ വെയിങ് മെഷീന്റെ മുകളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് വെയിറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, 50 ആണെങ്കിൽ 50 എന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ അതിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ക്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ പേർക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും, ഭയങ്കര തടിയാണ്, ആളുകൾ എന്നെ കളിയാക്കുന്നത്, ഓവർ വെയിറ്റ് ആണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ്, ശരീരഭാരം കൂടുതലാണ്, ഭാരം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ സൃഷ്ടി പ്രക്രിയ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്താണ് ഭാരം കുറയ്ക്കുക അതെപ്പോഴും എങ്ങനെ എന്താണ് ഓവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നാണ്, ആ ചിന്തകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടിരിക്കാം. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ചിലപ്പം ചിലവർ പറയും പാരമ്പര്യമായിട്ട് എനിക്ക് ഇങ്ങനെ തടിയുള്ളതാണ്, അങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങളെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടിച്ചത്. പിന്നെ റോണ്ടാബേൺ ഇതിൽ പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ 2 പെൺമക്കളെ പ്രസവിച്ച ശേഷം എനിക്ക് തടിയും ഭാരവും കൂടുതലായി. അങ്ങനെ സംഭവിച്ചത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ പ്രയാസമാണ്, 2 പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രയാസമാണ് എന്നൊക്കെയുള്ള സന്ദേശങ്ങള് വായിക്കുകയും കേൾക്കുകയും ചെയ്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഇത്തരം തടിയുള്ള ചിന്തകൾ മൂലം ഞാൻ അതിനെ തന്നെ എന്നിലേക്ക് വിളിച്ചു വരുത്തി. അതായത് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നോർമൽ തടിക്കും എന്നൊക്കെ ആളുകൾ പറഞ്ഞ സന്ദേശം കേട്ടത് കൊണ്ട് ആണ് ആ ചിന്തകൾ അവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരുന്നത്. അപ്പൊ അവരും ഇതേപോലെ തന്നെ അവരുടെ അനുഭവമായിട്ട് മാറി, അവരും ഇതേപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തടിച്ചു. അതന്നെ അതിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ തടിച്ചു വീർത്തല്ലോ എന്ന് ഞാൻ കൂടുതൽ അതന്നെ ശ്രദ്ധിക്കും തോറും വീണ്ടും വെയിറ്റ് കൂടിയിട്ടാ വരുന്നത്. അപ്പം ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ, ഒരുപാട് നല്ല ആഹാരം കഴിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ അവർ തടിക്കില്ല. അപ്പം അങ്ങനെ പറയുന്ന ഒരു ഇതിൽ എന്താ പറയുന്നത്, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, എന്നാലും എന്റെ ശരീരത്തിന് എപ്പോഴും ശരിയായ ഭാരമായിരിക്കും. അതാണ് പ്രപഞ്ചം എന്ന ഭൂതം. താങ്കളുടെ ആഗ്രഹമാണ് എനിക്കുള്ള കൽപ്പന എന്ന് പറയുന്നതിന്റെ ഉദാഹരണം. അതായത് ഇപ്പം ഞാന് ഇത് ജനിച്ചിട്ട് ഇന്നേ വരെ ഞാനൊരു 50 kg അപ്പുറം പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. 50 തന്നെ, അറൌണ്ട് 50 ഒക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. അതിന് മുകളിലോട്ട് ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. കാരണം ആദ്യം മുതലേ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പൊതുവേ ഇഷ്ടമല്ല. അപ്പം എപ്പോഴും ഞാൻ മുന്നേ തന്നെ എന്റെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓവർ, ഇപ്പൊ എന്ത് ഇഷ്ടമുള്ള ഭക്ഷണം ആണെങ്കിലും ഞാൻ ഓവർ കഴിക്കില്ല. കാരണം എന്റെ വയറിന് ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിക്കൂല, അത് കഴിഞ്ഞാൽ പോവില്ല. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ചിന്ത മൈൻഡിന്റെ ഉള്ളിലുണ്ട്. കാരണം എപ്പോഴും ഞാൻ പറയും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓവർ എനിക്ക് കഴിക്കാൻ കഴിയില്ല, ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഭക്ഷണം വയറില് ഓവർ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവില്ല, അതിപ്പോ എന്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും ശരി. അപ്പം അങ്ങനെ ഒരു തോട്ട് എന്റെ മൈൻഡിന്റെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. എപ്പോഴും മൈൻഡിൽ വെക്കുക, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഞാൻ ശരിയായ ഭാരത്തിൽ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്റെ വെയിറ്റ് കൂടില്ല എന്ന് പറയണ്ട, ശരിയായ ഭാരത്തിലാണ് ഞാൻ ഉണ്ടാവുക എന്നുള്ള ഒരു എപ്പോഴും നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്ത്. അതാണ് ഇതിൽ പറയുന്നത്, താങ്കളുടെ ആഗ്രഹമാണ് എനിക്കുള്ള കൽപ്പന. അതായത് നമ്മൾ എപ്പോഴും പ്രപഞ്ചത്തോട് പറയാം, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പറയാം ഞാൻ എത്ര കഴിച്ചാലും എന്റെ വെയിറ്റ് ശരിയായ വെയിറ്റിൽ തന്നെയായിരിക്കും. അപ്പൊ ഇനി നമ്മൾ 3 സ്റ്റെപ്പുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇനി എങ്ങനെയാ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ സൃഷ്ടി പ്രക്രിയന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതേ സംഭവം തന്നെയാണ് ഇതിലും പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആവശ്യപ്പെടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ഭാരമാണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചു ഉറപ്പിക്കുക. ആദ്യം നിങ്ങൾ വെയിറ്റ് എത്ര വേണമെന്ന് നിങ്ങൾ പറയണല്ലോ. എത്രയാണ് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പറയണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് 60 kg വെയിറ്റ് വേണ്ടത്. അപ്പൊ ആ 60 ഓർ 50 അല്ലെങ്കിൽ 50 60 എന്തിലാണെങ്കിലും നിങ്ങൾ കറക്റ്റ് ഒരു വെയിറ്റ് നിങ്ങൾ ആദ്യം ആവശ്യപ്പെടണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ ഭാരമായാൽ നിങ്ങൾ എങ്ങനെയിരിക്കും എന്ന ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിക്കുക. അപ്പൊ നിങ്ങളെ മൈൻഡിലേക്ക് എന്താ വരേണ്ടത്, നിങ്ങൾ ഉദ്ദേശിച്ച ആ വെയിറ്റിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് നിങ്ങൾക്ക് അതിന്റെ മുൻപ് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ആ നോർമൽ വെയിറ്റിലായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടാവല്ലോ. കുറെ മുൻപ് നിങ്ങൾ ചിലപ്പം വെല്ലിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോറി, അവിടെ വെയില് കാറ്റൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടും മാറി ഇരുന്ന് നോക്കുകയാണ്. ഇവിടേക്ക് ചെറിയ രീതിയിൽ വെയിൽ വരുന്നുണ്ട്.
ഓക്കെ. അപ്പം നിങ്ങൾ ഇപ്പൊ ആ വെയിറ്റ് ആയിരുന്നപ്പോൾ മുൻപ് ആ വെയിറ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഫോട്ടോസ് ഒക്കെ ഉണ്ടാവില്ല, അതൊന്നും എപ്പോഴും എന്താണ് എടുത്തെടുത്ത് നോക്കുക. ഇനി അങ്ങനത്തെ ഫോട്ടോസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ വെയിറ്റിലുള്ള നെറ്റിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എന്താണ് ശരീരപ്രകൃതിയിലുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ ഇടയ്ക്ക് എടുത്തു നോക്കുക. ഓക്കെ, അതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ആവശ്യപ്പെടുക, എന്താ ചെയ്യേണ്ടത്, എത്ര വെയിറ്റ് ആണോ വേണ്ടത് അത് കറക്റ്റ് നിങ്ങൾ ആവശ്യപ്പെടുക, ഇന്ന വെയിറ്റ് ആണ് എനിക്ക് വേണ്ടതെന്ന് പറയുക. പിന്നെ രണ്ടാമത്തെ എന്താണ്, നിങ്ങൾ ആ വെയിറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ശരീരപ്രകൃതിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുക. അത് കളക്ട് ചെയ്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കുക. അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ആ ശരീരപ്രകൃതിയിലുള്ള ആളുകളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക. നിങ്ങൾ അത് നേടും എന്ന ഒത്ത ശരീരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നും വിശ്വസിക്കണം. അതായത് നിങ്ങളിപ്പോ എന്താ ആ വെയിറ്റിലാണ്, നിങ്ങൾ ആ പറഞ്ഞ 50 ആണെന്നുണ്ടെങ്കിൽ ആ വെയിറ്റിലാണ് നിങ്ങൾ ഉള്ളത്. അതിൽ വേറെ ഒരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ് മനസ്സിൽ നിങ്ങൾ കാണുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ആവശ്യമായിട്ടുള്ള വെയിറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ 50 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, അതൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ വെയിങ് മെഷീനിൽ നിങ്ങൾ വെയിറ്റ് നോക്കുമല്ലോ, അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും അതിൽ കയറി നോക്കുമ്പോൾ ആ വെയിറ്റേ കാണാൻ പാടുള്ളൂ. ഇനി പോട്ടെ, അതിൽ അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ അതിൽ കാണുന്ന വെയിറ്റ് ആയിരിക്കും നിങ്ങളെ മൈൻഡിലേക്ക് കയറുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക കേട്ടോ. ആ വെയിങ് മെഷീന്റെ മുകളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് വെയിറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, 50 ആണെങ്കിൽ 50 എന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾ അതിൽ കയറി നിന്ന് നോക്കുമ്പോൾ എന്ത് കാണണം, 50യെ കാണാൻ പാടുള്ളൂ. ഓക്കെ. ഒരിക്കൽ പോലും നിങ്ങളെ ചിന്തകളോ പ്രവർത്തികളോ ഒന്നും എന്താണ്, നിങ്ങൾ ആ 50 kg ഉള്ള വെയിറ്റുള്ള ചിന്തകളും പ്രവർത്തികളും മാത്രമേ നിങ്ങൾക്ക് പാടുള്ളൂ. നിങ്ങൾ എന്ത് വെയിറ്റ് ആണോ ഉദ്ദേശിച്ചത് ആ വെയിറ്റുള്ള ചിന്തകളും ഓവർ വെയിറ്റിന്റെ ചിന്തകളൊന്നും നിങ്ങളെ മൈൻഡിലേക്ക് ഒന്നും പാടില്ല എന്ന് പറയുന്നത്. പിന്നെന്താ, നിങ്ങൾ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ, നിങ്ങളിപ്പോ ആ വെയിറ്റിലാണ് ഉണ്ടായിരുന്നെങ്കിൽ 50 kg വെയിറ്റിലാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ഡ്രസ്സൊക്കെ ആ ലെവലിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, അതൊക്കെ പോയി നോക്കുക, ആ സൈസിലുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ. ഒരു ഒറ്റ പ്രാവശ്യം എന്താണ് നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിലൊരു ഡൗട്ടും ഇല്ല, ആവശ്യപ്പെട്ട് കഴിഞ്ഞു, എനിക്ക് 50 kg വെയിറ്റ് ആണ്, ഞാനിപ്പോ ആ വെയിറ്റിലാണ് ഉള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏകദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശരീരപ്രകൃതിയുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ്, ആ ആളുകളെ ഒന്നുകൂടി മീറ്റ് ചെയ്യുക, അവരുമായിട്ടൊരു എന്താണ് ഒരു എന്താ പറയാ, ഇപ്പൊ അവരെ കാണുകയൊക്കെ ചെയ്യുക. ഏകദേശം അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമല്ലോ ആ വെയിറ്റിലുള്ള ആളുകളെ, ആ ശരീരപ്രകൃതിയുള്ള ആളുകളെ. ഓക്കെ. അപ്പൊ അത് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വികാരം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെന്തിനാ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്താണ്, ആ വെയിറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ശരീരപ്രകൃതിയുള്ള ആളുകളായിട്ടാണ് നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ആ ഫീല്, അവരുടെ ഒരു ഫീല് വരാൻ തുടങ്ങും. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെന്താണ്, ഇനി തേർഡ് സ്റ്റെപ്പാണ് സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിൽ സുഖാനുഭവം ഉണ്ടാവണം, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ സുഖകരമായ വികാരം ഉണ്ടാവണം. ഒരിക്കൽ പോലും നിങ്ങൾ എന്താണ് വേറൊരു ചിന്തകളൊന്നും നിങ്ങളെ മൈൻഡിൽ എന്താണ് അവനവന്റെ ശരീരത്തിനെ പറ്റിയിട്ടോ എത്ര വെയിറ്റ് ആണോ അതൊന്നും നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല കേട്ടോ. നിങ്ങൾ ഈ 2 സ്റ്റെപ്പും കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾ എന്താ സ്വന്തം ശരീരത്തെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള ഒരു വികാരവും നിങ്ങൾക്ക് ഇനി പാടില്ല. അപ്പൊ എന്താ, നിങ്ങളെ ആ സ്വന്തം ശരീരത്തിന്റെ ഓരോ ഇഞ്ചിനെയും സ്തുതിക്കുക, ആശംസിക്കുക. നിങ്ങളിലുള്ള മികവുകളെ പറ്റി മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ലക്ഷണമൊത്ത ചിന്തകൾ മനസ്സിലുണ്ടായാൽ അത് നിങ്ങൾക്ക് സുഖാനുഭൂതി നൽകും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ, ലക്ഷണമൊത്ത ശരീരത്തിന്റെ തുല്യ തരംഗ ദൈർഘ്യത്തിൽ നിങ്ങൾ എത്തും, നിങ്ങൾ പൂർണ്ണതയെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വാലസ് പാറ്റിൽസ് എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് എന്താണ് ചവച്ചിറക്കുക എന്ന അനുഭവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ്. മനസ്സിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ അനുഭൂതി മാത്രം, മനസ്സിനെ മറ്റു ചിന്തകളിലേക്ക് തെന്നി പോകാനേ അനുവദിക്കരുത്. അതായത് വെയിറ്റ് ഉള്ള ആളുകൾ എപ്പോഴും എന്താണ് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ പറയൂലേ, ഓ ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തടി വെക്കുന്നത്, ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങനെ, അങ്ങനെ ഒരു ചിന്തകളെ പാടില്ല. നിങ്ങൾ എന്താണ് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. എന്റെ സ്വന്തം തടിയെയും തൂക്കത്തിന്റെയും കഥ പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് സ്വന്തം
തൂക്കത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ എന്റെ ലക്ഷണമൊത്ത ഭാരമായ 116 പൗണ്ട് സ്ഥിരമായി നിലനിർത്തുന്നു. ഒരു തടസ്സവും ഇല്ലാതെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്നു. ശരിയായ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോഴും എന്താണ് ആ വെയിറ്റ് തന്നെ നിലനിർത്തി പോയിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം നിങ്ങൾ എന്താ പറയേണ്ടത്? നിങ്ങൾ എപ്പോഴും അയ്യോ ഇത് ഞാൻ കഴിക്കുന്തോറും എനിക്ക് തടി വെക്കണം, അങ്ങനെ നിങ്ങളെ മൈൻഡിൽ എന്താണ് നിങ്ങളൊരു തടിച്ച വ്യക്തിയാണെന്നുള്ള ഒരു ചിന്തയും നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിച്ച ഒരു വെയിറ്റിലേക്ക് വരട്ടെ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.